അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. വിശ്വാസമാം പടകിൽ യാത്ര ചെയ്യുമ്പോൾ തണ്ടു വലിച്ചു നീ വലഞ്ഞിടുമ്പോൾ. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. ജീവിതമൊന്നും ശരിയായിട്ടില്ല കർത്താവേ, ആയിട്ടില്ല, ഇന്നും ശരിയായിട്ടില്ല. എത്രയോ വചനം കേട്ടു, എത്രയോ സമർപ്പണം എടുത്തു, വചനം കഴിഞ്ഞ് സമർപ്പിക്കാൻ പറയുമ്പോൾ കൈവക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ജീവിതം ശരിയായിട്ടില്ല, ജീവിതമൊന്നും ശരിയായിട്ടില്ല. എൻ്റെ കർത്താവേ, ജീവൻ തരണമേ, ശക്തി തരണമേ, നിൻ്റെ സ്നേഹം തരണമേ, എന്നെ ജീവിപ്പിക്കണമേ, ജീവൻ തരണമേ. ആത്മാവിൽ മരിച്ചു കിടക്കുന്നു. ശരീരത്തിൽ ജീവനുണ്ട്, പക്ഷേ ആത്മാവിൽ ജീവനില്ല. ആത്മാവ് നിർജ്ജീവമാണ്, ജഡം നിർജ്ജീവമാണ്. ആത്മാവ് മരിച്ചിരിക്കുന്നു. ആദാം പാപം ചെയ്തപ്പോൾ ആത്മാവ് മരിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കുന്നല്ലേ കൽപ്പന. തിന്നുന്ന നാളിൽ നീ മരിച്ചു. പക്ഷേ ആദാം പിന്നെ 930 വർഷം ജീവിച്ചിരുന്നു. ശരീരം ജീവിച്ചിരുന്നു, പക്ഷേ ആത്മാവ് മരിച്ചിരുന്നു. ആത്മാവ് മരിച്ചിരുന്നു. ആദാം പാതാളത്തിലേക്ക് പോകേണ്ടി വന്നു, പാതാളത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദാമിനെ അന്വേഷിച്ചു. മരിച്ചു കിടക്കുന്നിടയിൽ ആദാമിനെ അന്വേഷിച്ചു. കാരണം പിതാവായ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. എന്താണ് വാഗ്ദത്തം? സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. ആരാണ് ഈ സ്ത്രീയുടെ സന്തതി? കന്യമാതാവ്. കന്യമാതാവിൻ്റെ മകൻ കർത്താവായ യേശു ക്രിസ്തു. ആ സ്ത്രീ എന്ന് പറഞ്ഞ കന്യമാതാവിനെ കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു പാമ്പിൻ്റെ തല ചതയ്ക്കുമെന്ന്. ഏത് തോട്ടത്തിൽ വന്ന് മനുഷ്യനെ ചതിച്ച ആ ദുഷ്ടപ്പിശാചിൻ്റെ തല ചതയ്ക്കുമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. ആ കാര്യം നിർവഹിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് സന്തോഷത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആദാമിനെ തേടുകയാണ്. ആദാമിനെ തേടി ചെന്ന് നോക്കുന്നു. ആദാമിയുടെ ദൈവത്തിന് സ്തോത്രം. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആദാം ഇപ്പോൾ പാതാളത്തിൽ യാതന അനുഭവിക്കുകയാണ്. അവിടെ യാതനയിൽ പെട്ടുകിടക്കുന്ന ആദാമിനെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ നോക്കി നടക്കുകയാണ്. മരിച്ചവരുടെ ഇടയിൽ, മൃതരുടെ ഇടയിൽ. അപ്പോൾ ആദാമിനെ കണ്ടെത്തി. ആദാമിനോട് പറഞ്ഞു, ഈ മൃതരുടെ ഇടയിൽ ഞാൻ നിന്നെ അന്വേഷിച്ചു, ഞാൻ നിന്നെ കണ്ടെത്തി. പണ്ട് ഞാൻ ഏദൻ തോട്ടത്തിൽ കൂടെ നിന്നോടൊപ്പം നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ അന്വേഷിച്ച് നടന്നു. ഒരു ദിവസം നീ എവിടെയെന്ന് ഞാൻ ചോദിച്ചത് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ഇവിടെ നീ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സ്തോത്രം. നീ എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നീ എവിടെയാണ് മറിഞ്ഞിരിക്കുന്നത് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടെത്തി. മോനെ ഭയപ്പെടേണ്ട,
നീ ഖേദിക്കണ്ട, ദുഃഖിക്കണ്ട. നാഥൻ മൃതരിടയിൽ ഉറപ്പിച്ച ആദത്തെ ഖേദിക്കേണ്ട, നിൻ പാപത്തെയോ തിരിയും നീ. നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ, ഏതൻ കൈതിന്നതിനാൽ കൈപ്പും കുടിച്ചേ ഞാൻ. നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി, നഗ്നതയോടെ അവർ തൂക്കി. ഞാൻ ചിന്തിയ രക്തത്താൽ പോയി കോപം താതന്റെ. മോദിക്ക വിശുദ്ധ സഭയെ നമ്മുടെ നാഥൻ മൂന്നാം നാളിൽ ജീവിച്ച കബറിൽ എഴുന്നേറ്റാം. സഭയെ നീ മോദിച്ചുകൊള്ളു, സന്തോഷിച്ചുകൊള്ളു. നമ്മുടെ നാഥൻ 3 നാളിൽ ഉയർത്തെഴുന്നേറ്റു, കല്ലറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അവൻ ജീവിക്കുന്നു. അവൻ ഇന്ന് തേടി തേടി നടക്കുകയാണ്. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്, നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. വൃക്ഷങ്ങളുടെ ഇടയിൽ പാവം ആദാം മറഞ്ഞു നിൽക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദൈവം ഏദൻ തോട്ടത്തിലൂടെ നടന്നു. ഏദൻ തോട്ടത്തിലെമ്പാടും നടന്നു. ദൈവത്തിൻ്റെ സ്നേഹമുള്ള ആ ദീനരോദനം, ആ വേദന നിറഞ്ഞ യാചന പോലത്തെ ശബ്ദം. നീ എവിടെയെന്ന് ചോദിക്കുന്ന ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെയെന്ന് ചോദിക്കുന്നു. ആ ശബ്ദം അന്തരീക്ഷത്തിൽ മുഖരിതമായി. ആദാം പറഞ്ഞു, ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണ്. എന്തിനൊളിച്ചു? വിലക്കപ്പെട്ടത് നീ തിന്നുവോ? ആ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ന്യായം പറയാനുണ്ട്. ഇന്നയാൾ കാരണമാണ് എനിക്ക് തെറ്റുപറ്റിയത്, എൻ്റെ ഭർത്താവ് കാരണമാണ് എനിക്ക് എൻ്റെ ജീവിതം വിശദമാകാത്തത്, എൻ്റെ ഭാര്യയുടെ സ്വഭാവം കാരണമാണ് എനിക്ക് ജീവിതം വിശദമാകാത്തത്, എൻ്റെ ഭർത്താവിന് വചനം കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വചനം കേൾക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യും? എൻ്റെ മക്കൾ, ഞാൻ TV ഓൺ ചെയ്ത് വചനം കേൾക്കാൻ തുടങ്ങുമ്പോഴേക്കും അവർ വന്ന് ആ TV ഓഫ് ചെയ്തിട്ട് അവർ ഏതെങ്കിലും സിനിമ സീനുകൾ കാണിക്കാൻ തുടങ്ങും. എന്ത് ചെയ്യും? നമുക്കിന്ന് മറ്റുള്ളവരിൽ പഴിചാരാം, പക്ഷേ മോനെ, അതൊന്നും പഴിചാരുന്നുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. നീ ഇന്ന് മറഞ്ഞിരിക്കുകയാണ്, നീ ഇന്ന് ഒളിഞ്ഞിരിക്കുകയാണ്. സ്നേഹവാനായ ദൈവം നിന്നെ തേടി വന്ന് വിളിക്കുകയാണ്. നീ എവിടെ എന്നാണ് ചോദിക്കുന്നത്. എവിടെ? അന്വേഷിച്ചു, ഞാൻ നിന്നെ കാണുന്നില്ല. നീ എവിടെ? നിത്യനായ ദൈവത്തിന് അറിയരുതോ ആദാം എവിടെയാണെന്ന്? ആദാം മറിഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന് അറിയരുതോ? അറിയാം. പക്ഷേ ആദാം അറിയണം ഞാൻ എവിടെയെന്ന്. സ്തോത്രം. നീ എവിടെയെന്ന ചോദ്യത്തിന് ആദാം അറിയണം ഞാൻ ഇവിടെയുണ്ട് എന്ന്, ഞാനിവിടെ ഒളിച്ചിരിക്കുകയാണെന്ന്, ഞാൻ പാപം ചെയ്തു എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവായ യേശുക്രിസ്തു നിങ്ങളോട് ചോദിക്കുന്നു, നീ എവിടെ പോയിരിക്കുന്നു? നിന്നെ എൻ്റെ രാജ്യത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ. വചനം കേട്ട ദൈവവേദനയെ നിന്നെ എൻ്റെ രാജ്യത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ. നിന്നെ എൻ്റെ പ്രിയരായ ദൈവമക്കളുടെ ഇടയിൽ ഞാൻ നിന്നെ കാണുന്നില്ലല്ലോ. വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ നിരയിൽ നിന്നെ ഞാൻ കാണുന്നില്ലല്ലോ. മകനെ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നീ ഏത് വൃക്ഷത്തിൻ്റെ കൊമ്പിലാണ് നീ ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ് നീ മറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. നീ എവിടെ ഒളിച്ചിരിക്കുന്നു? ഏത് പാവത്തിലാണ് നീ ഒളിച്ചിരിക്കുന്നത്? ആരും നിന്നെ കാണരുത് വിചാരിച്ച് എവിടെയാണ് നീ ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണും ദൈവം. നീ എവിടെ ഇരിക്കുന്ന അറിയുന്ന ദൈവം നിന്നോട് ചോദിക്കും, നീ എവിടെ പോയി? എവിടെയാണ്? സ്തോത്രം. ആദാമേ, നീ എവിടെയെന്ന് വാക്ക് വേദത്തിലില്ല. നീ എവിടെയെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് പറയുമ്പോൾ പറയാം, ആദാമേ, നീ എവിടെ? മനുഷ്യ, നീ എവിടെ? ഇന്ന് എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഒരിക്കൽ ആ ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം ഒരു സുവിശേഷകൻ്റെ നാവിൽ കൂടിയാണ് കേട്ടത്. ഒരു ചെറുപ്പക്കാരനായ സുവിശേഷകൻ, അദ്ദേഹത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു, ആദാമേ, നീ എവിടെയെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഞെട്ടിത്തരിച്ചിരുന്ന് കേട്ടുപോയി. സുവിശേഷം കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു ഞാൻ, കാരണം മാനസാന്തരപ്പെട്ടവനായിരുന്നു. പക്ഷേ അന്ന് മാനസാന്തരപ്പെട്ട എനിക്ക് ആ വാക്ക് വളരെ ഹൃദ്യമായി തോന്നി. നീ എവിടെ? അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എവിടെയാണെന്ന്. ഞാൻ മാനസാന്തരപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെടുന്നതാണ് എൻ്റെ ധാരണ, കാരണം ഞാൻ ദൈവത്തിന് വേല ചെയ്യുന്നുണ്ട്. പക്ഷേ ആ യൗവനക്കാരൻ സുവിശേഷകൻ അന്ന് ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗം എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. സ്തോത്രം. ആത്മാവിൽ വീണ്ടെടുക്കപ്പെടുവാനുള്ളതായ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ തറഞ്ഞു കയറും. ആ സൗഭാഗ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വചനം ഹൃദയത്തിലേക്ക് അസ്ത്രം പോലെ കയറും. വചനം നിങ്ങളുടെ ഹൃദയത്തെ കീറിമുറിക്കും. ജീവനുള്ള ദൈവം നിങ്ങളുടെ അന്തരാത്മാവിനെ കീറിമുറിച്ച് ഇന്നത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ, മനുഷ്യ ഹൃദയത്തിൽ തൻ്റെ നിക്ഷേപം തരും. തൻ്റെ രക്തം അവിടെ നിക്ഷേപിക്കും. സ്വർഗീയ നിക്ഷേപം നിങ്ങൾക്ക് തരും. എൻ്റെ കർത്താവേ, ഞാൻ അത്ഭുതപ്പെടുന്നു. ഏതാണ് ഈ സ്വർഗീയ നിക്ഷേപം? ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ദ ഹോളി മാസ്, അത് വിശുദ്ധമായ ഭക്ഷണമാണ്. ദൈവത്തിന് സ്തോത്രം. മനസ്സിലാകുമോ നിങ്ങൾക്ക്? ഇതൊന്നും അറിയാൻ പാടില്ലാതെ പാവപ്പെട്ടവരൊന്ന് കുർബാന കണ്ടിട്ട് പോകുന്നു. സാധുക്കൾ
നിരപരാധികൾ എന്ന് പറയട്ടെ, അക്ഷരാഭ്യാസം ഇല്ലാത്തവർ, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്തവർ, പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, കുർബാന കൊള്ളും, കുർബാന കാണും, കുരിശ് വരയ്ക്കും, വീട്ടിൽ ചിലപ്പോൾ കുരിശ് വരെ ഉണ്ടായിരിക്കും, നമസ്കാരം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടൊന്നും നിങ്ങൾ ദൈവത്തിൽ പോവുകയില്ല. നീ എവിടെയാണെന്ന് നീ പറയണം, തുറന്ന് പറയണം, കർത്താവേ ഇവിടെ ഞാൻ ഒളിച്ചിരിക്കുകയാണ്. ചില പാപങ്ങളുടെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്, ചില എലിച്ചലുടെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്, ദ്രവ്യാഗ്രഹത്തിൻ്റെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്, സ്വാർത്ഥയുടെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്, അത്യാഗ്രഹത്തിൻ്റെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്, അശുദ്ധിയുടെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്, അശുദ്ധ വേഴ്ചകളുടെ മറവിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്. കർത്താവേ, അശുദ്ധ ബന്ധങ്ങളുടെ ഇടയിലാണ് ഞാൻ ഒളിച്ചിരിക്കുന്നത്. കരുണയുള്ള കർത്താവേ, പറയാൻ പേടിയാകുന്ന കർത്താവേ, ഞാൻ ഒളിച്ചിരിക്കുന്നത് കവർച്ചയുടെയും കളവിൻ്റെയും രംഗത്താണ്. യേശുവേ, ഞാൻ ചിലയിടത്ത് ഒളിച്ചിരിക്കുകയാണ്. എൻ്റെ സന്മാർഗ പ്രവൃത്തികളുടെ പിറകിൽ ഞാൻ ഒളിച്ചിരിക്കുകയാണ്. ഞാൻ ഘോരമായി പാതകം ചെയ്തെങ്കിലും ചില സന്മാർഗ പ്രവൃത്തി ചെയ്യുന്നു, ചിലർക്ക് വീട് വെച്ച് കൊടുക്കുന്നു, ചിലർക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ കൃപയിലാണെന്ന് ധരിച്ചുകൊണ്ട് ഞാൻ ഭോഷ്കിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒളിച്ചിരിക്കുന്നവരെ നിങ്ങൾ പുറത്തു വരിക എന്ന് കർത്താവ് പറയുന്നു. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി വരണം. സ്തോത്രം. ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് പുറത്തു വരണം. നിങ്ങളുടെ വ്യഭിചാര ജീവിതത്തോട് യാത്ര പറഞ്ഞ് പുറത്തു വരണം. നിങ്ങളുടെ കൊള്ളരുതായ്മകളോട് യാത്ര പറഞ്ഞ് പുറത്തു വരണം. നിങ്ങളുടെ ദുഷ്ടഹൃദയത്തോട് യാത്ര പറഞ്ഞ് പുറത്തു വരണം. നിങ്ങളുടെ ക്രൂരതയോട്, നിങ്ങളുടെ കൗടില്യത്തോട് യാത്ര പറഞ്ഞ് പുറത്തു വരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ദ്രവ്യാഗ്രഹത്തോട് യാത്ര പറഞ്ഞ് പുറത്തു വരണം. ഹൃദയത്തിലുള്ള ഈർഷ്യയോടും പകയോടും വിദ്വേഷത്തോട് യാത്ര പറഞ്ഞ് പുറത്തു വരണം. പുറത്തു വരിക. ദൈവത്തിന് സ്തോത്രം. നീ എവിടെയെന്ന് ദൈവം ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് ചോദിക്കും, നീ എവിടെ? എൻ്റെ മോളെ, നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുന്നല്ലോ. അനേക നാളുകളായി ഞാൻ നിൻ്റെ പിറകെ നടക്കുന്നല്ലോ. നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അറിയാൻ ഞാൻ ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്നെ തേടി നടന്നപ്പോഴാണ് എൻ്റെ കാലിൽ ആണി കൊണ്ടത്. ദൈവത്തിന് സ്തോത്രം. നിന്നെ തേടി നടന്നപ്പോഴാണ് എൻ്റെ കൈകളിൽ ആണികൾ തറഞ്ഞത്. നിന്നെ തേടി നടന്നപ്പോഴാണ് എൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്തിയത്. നിന്നെ തേടി നിന്നെ സ്നേഹിച്ചതിൻ്റെ പിന്നാലെ ഞാൻ നടന്നപ്പോൾ എനിക്ക് പീഡയേൽക്കേണ്ടി വന്നു, എനിക്ക് മരണശിക്ഷ ഏൽക്കേണ്ടി വന്നു, കുരിശുമരണം ഏൽക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, എൻ്റെ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടെങ്കിലിരിക്കുക. കർത്താവേ, ഞാനിന്ന് എൻ്റെ പാവത്തിൻ്റെ ഉള്ളിടത്തിൽ ഞാൻ പുറത്തു വരികയാണ്. എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാനിതാ പുറത്തു വരികയാണ്. എൻ്റെ കർത്താവേ, ആരും അറിയാത്ത ഒരു രഹസ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ആരും അറിയാത്ത ഒരു രഹസ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എൻ്റെ ദൈവം അറിയുന്നു, മനുഷ്യനും അറിയുന്നു. എൻ്റെ ജീവിതം, എൻ്റെ രഹസ്യ ജീവിതം, അത് യേശുനാഥ, അത് എന്നേക്കും പരിപാവനമായിരിക്കും. എൻ്റെ രഹസ്യ ജീവിതം, ആരും കാണാത്ത ജീവിതം, എല്ലാം കാണുന്ന ദൈവമേ, നിൻ്റെ മുമ്പിൽ എൻ്റെ ഈ ജീവിതം അത് പരിശുദ്ധമായിരിക്കും. സ്തോത്രം. അതിൽ കറവട ഞാൻ സമ്മതിക്കുകയില്ല. അതിനകത്ത് ശത്രു കയറി ഞാൻ സമ്മതിക്കുകയില്ല. പാവത്തോട് ഞാൻ പോരാടും. പാവത്തെ ഞാൻ എതിർത്ത് നിൽക്കും. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ കരുത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ പാവത്തോട് യുദ്ധം ചെയ്യും. എൻ്റെ യേശുവിൻ്റെ സ്ലീബായിൽ പിടിച്ചുകൊണ്ട് ഞാൻ പാവത്തോട് യുദ്ധം ചെയ്യും. യേശുവിൻ്റെ ജയമുള്ള സ്ലീബായിൽ പിടിച്ചുകൊണ്ട് ഞാൻ പാവത്തോട് പോരാടും. ദൈവത്തിന് സ്തോത്രം. പാവം എന്നെ തൊടുകയില്ല. എന്നെ അലങ്കാരവസ്ഥ ഞാൻ ധരിക്കും. സ്തോത്രം. അശുദ്ധനും ചേലയില്ലാത്തതിനും അടുക്കുകയില്ല. എൻ്റെ കർത്താവേ, മേലിൽ ലോകത്തിൻ്റെ മാലിന്യം എനിക്ക് പറ്റുകയില്ല. മേലിൽ ഒരു വെറുക്കുത്തിലേക്ക് എൻ്റെ മനസ്സ് ചായുകയില്ല. മേലിൽ പാവം തോന്നുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഞാൻ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. കർത്താവേ, എനിക്ക് ജീവൻ തരണമേ. ആത്മാവ് മരിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആത്മാവ് മരിച്ചു. സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ എത്ര പേർക്ക് ജീവനുണ്ട്? ആത്മാവിൽ ജീവനുണ്ട്. നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ പാപങ്ങളെല്ലാം മാറി എന്നൊരു ഉറപ്പ് കിട്ടിയോ? സ്തോത്രം. ഇനിമേൽ പാവം ചെയ്യുകയില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഉള്ളത്തിലൊരു ഉറപ്പ് കിട്ടണം, പാവം ചെയ്യാതെ കർത്താവിനെ കാക്കുമെന്ന്. എല്ലാ പാവവും മാറിപ്പോകും. പേടിക്കണ്ട. ഒരു ഭയപ്പാടിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ തീർച്ച വരാത്തത് കൊണ്ടാണ് ഇന്നും പാവം നമ്മെ കീഴ്പ്പെടുത്താൻ വരുന്നത്. നമുക്ക് ആ സംശയം വരുന്നത് കൊണ്ടാണ്. എനിക്ക് രക്ഷ കിട്ടുമോ സംശയം വരുന്നത് കൊണ്ടാണ്. നിങ്ങൾ മേലിൽ പാവം ചെയ്യില്ലെന്ന് പറഞ്ഞ വാക്ക് വാസ്തവമാണെങ്കിൽ, ഇനിമേൽ തെറ്റിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കത് ജയിച്ച് നിൽക്കാനുള്ള കൃപകർത്താവ് തരും. ഉറപ്പാണ്. സ്തോത്രം. യേശു എന്ന് വിളിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. മകനെ, നിനക്ക് നിത്യരക്ഷ വേണ്ടേ? ഇബ്രാഹിം 2-ാം അധ്യായം ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും
ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും പാപത്തിന് തക്ക പ്രതിഫലം, പാപത്തിന് തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും സാക്ഷി നിന്നുകൊണ്ട് നമുക്ക് തന്നതായി ഇത്ര വലിയ രക്ഷ അത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനം കേട്ടവരാണ്, ജീവൻ്റെ വഴി അറിഞ്ഞവരാണ്, രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട്, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മനസ്സിലാക്കിയവരാണ്. നിങ്ങൾക്ക് വെളിവ് കിട്ടിയവരാണ്, വചനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ഈ വചനം കിട്ടിയ നിങ്ങൾ ഈ വചനപ്രകാരം ജീവിച്ചില്ലെങ്കിൽ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പം ചോദിക്കുകയാണ്, പൗലോസ് ചോദിക്കുകയാണ്, ഇത്ര വലിയ രക്ഷ, അത്ര വലിയ ശിക്ഷയിൽ നിന്നുള്ള വിടുതലായതുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞത്. അത്ര വലിയ ശിക്ഷയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പപ്പ ഞങ്ങളോട് പറയാറുണ്ട്, അയ്യോ എനിക്ക് അന്ധകാരത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ലല്ലോ, നോക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ എനിക്ക് ശ്വാസം മുട്ടുന്നല്ലോ, നോക്കാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ എന്ത് കൂരിട്ടാണ് അവിടെ. അങ്ങേ ലോകം കണ്ടിട്ട് പറയുകയാണ്, അപ്പുറത്ത് നരകലോകം കണ്ടിട്ട് പറയുകയാണ്, നരകത്തിൻ്റെ ഭീകരത കണ്ടിട്ട് പറയുകയാണ്, അയ്യോ നോക്കാൻ വയ്യ എനിക്ക്, അയ്യോ എന്തൊരു ഭയാനകമായ അവസ്ഥ, കുറ്റിട്ട് എന്തൊരു വേദനാകരമായ അനുഭവം. ഈ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് അത് കാണുമ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വിറച്ചു പോകുന്നു, പേടിച്ചു പോകുന്നു. സ്തോത്രം. പപ്പ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ആർക്കും ദൈവരാജ്യത്തിലെത്താൻ പറ്റുകയില്ല. ഞങ്ങൾ പരിഭ്രമിച്ചു പോയി. നിങ്ങൾക്ക് ആർക്കും ദൈവരാജ്യത്തിലെത്താൻ പറ്റുകയില്ല. പിന്നെ പറ്റും, നിങ്ങൾ മരിക്കുമ്പോൾ കർത്താവിൻ്റെ തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് മരിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടും. കർത്താവിൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ആ തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് കടന്നുപോയാൽ രക്ഷ കിട്ടും. അതുവരെയും പിടിച്ചു നിന്നുകൊള്ളണം. സ്തോത്രം. പറഞ്ഞതാണ്, അതുവരെയും പിടിച്ചു നിന്നുകൊള്ളണം. ഇതൊക്കെ കേട്ട മനുഷ്യനാണ് ഞാൻ, ഇതെല്ലാം കേട്ടവനാണ്. എങ്കിലും അതിനനുസരിച്ചൊന്നും നിന്നില്ല എന്നിപ്പോൾ ഞാൻ സങ്കടത്തോടെ പറയുന്നു. അതുപോലെ നിന്നിരുന്നെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുമായിരുന്നു. അതുപോലെ നിന്നിരുന്നെങ്കിൽ ദേശങ്ങളിലുമായിരുന്നു. അതുപോലെ നിന്നിരുന്നെങ്കിൽ എല്ലാ എതിർപ്പുകളുടെയും ആക്രമണത്തിനെയും മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ദൈവശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാമായിരുന്നു. ഞാനതുപോലെ ത്യാഗം സഹിച്ച് നിന്നില്ല, അതുപോലെ സഹിച്ച് നിന്നില്ല, അതുപോലെ ആക്ഷേപം സഹിച്ച് നിന്നില്ല. ആക്ഷേപം വന്നപ്പോൾ മനസ്സ് വേദനിച്ചു, പരിഹസിച്ചപ്പോൾ ഉള്ളിൽ നീറ്റലുണ്ടായി, ആളുകൾ കളിയാക്കിയപ്പോൾ എനിക്ക് ഒരു പരിഭവം വന്നു. ഞാൻ പാവിയായിപ്പോയി. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തിനാ പറയുന്നറിയാമോ? നിങ്ങളെക്കാൾ ഭേദപ്പെടാനായിട്ടല്ല ഞാനിത് പറയുന്നതാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒട്ടും ഭേദപ്പെടാനല്ല. ഞാൻ പാപികളിലേക്ക് ഒന്നാമൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവമുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളോട് പറയട്ടെ, ഞാൻ പാപികളിലേക്ക് ഒന്നാമൻ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ കൃപയുടെ നിഴലിൻ്റെ മേൽ വീശിയപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. ഇന്ന് നിങ്ങൾ രക്ഷപ്പെടാതെ എഴുന്നേറ്റ് പോകരുത് പ്രിയപ്പെട്ടവരെ. നിത്യരക്ഷ പ്രാപിക്കാതെ എഴുന്നേറ്റ് പോകരുത്. ഇന്ന് ഇവിടെ നിങ്ങൾക്ക് നിത്യരക്ഷ തരാൻ കർത്താവ് വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു നിങ്ങളുടെ സമീപത്തുകൂടെ മന്ദം നടക്കുന്നുണ്ട്. ഭാവനയല്ല, ഊഹാപോഹമല്ല. യേശു ക്രിസ്തുവിൻ്റെ അരിയത്തുകൂടെ നടക്കുന്നുണ്ട്, മന്ദം നടക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നിങ്ങളുടെ മുഖത്തേക്ക്, നിങ്ങളുടെ കണ്ണുകളിലേക്ക് യേശു നോക്കുന്നു. നിങ്ങളുടെ കണ്ണുകളിലെ അനുതാപം വരുന്നത് കർത്താവ് കാണുന്നു. ഹൃദയം ആർദ്രമാകുന്നത് കർത്താവ് കാണുന്നു. ഹൃദയം പൊട്ടി തകരുന്നത് കർത്താവ് കാണുന്നു. കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരാൻ ബന്ധപ്പെട്ടുകൊണ്ടോ നിൽക്കുകയാണ്. നിങ്ങൾക്ക് കൊടുക്കാമോ നിങ്ങളുടെ ജീവിതം യേശുവിന്? കൈമാറാൻ പറ്റുമോ ഈ ജീവിതം യേശുവിന്? യേശുവിന് കൈകളിലേക്ക് ജീവിതം വിട്ടു കൊടുക്കാമോ? കർത്താവെ, പല ഭൗതികമായ കാര്യങ്ങളിൽ ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. പല കാര്യങ്ങളിലും കടത്തിൻ്റെ ബാധ്യത കൊണ്ടും പൈസയുടെ ഞെരുക്കം കൊണ്ടും, കർത്താവെ, പലവിധ രോഗത്തിൻ്റെ ആപത്ത് കൊണ്ടും പല ആക്സിഡൻസ് കൊണ്ടും എല്ലാം ഞാൻ വിഷമിക്കുകയാണ്. വീട്ടിലെ വഴക്ക് കൊണ്ടും പിണക്കം കൊണ്ടും ഉൾത്തിക്കലുകൾ കൊണ്ടും എല്ലാം ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. കർത്താവെ, ഇനി അതൊന്നും ചിന്തിക്കാൻ നേരമില്ല. എനിക്കതൊന്നും ഇനി ഓർത്തുകൊണ്ടിരിക്കാൻ നേരമില്ല. കർത്താവെ, എനിക്കിനി ഒരൊറ്റ കാര്യം മാത്രം, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. യേശുവേ, എനിക്ക് നിൻ്റെ നിത്യരക്ഷയുടെ സമാധാനം തരണമേ, നിത്യരക്ഷയുടെ സന്തോഷം തരണമേ, നിത്യരക്ഷയുടെ ഉല്ലാസം തരണമേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിത്യരക്ഷയുടെ ഉല്ലാസം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഹൃദയം തുറക്കുമോ പ്രിയപ്പെട്ടവരെ? ഉള്ളം തുറക്കുമോ? നിത്യരക്ഷ തരും. അത്ര വലിയ ശിക്ഷ ഒഴിവാക്കി തരും. അപ്പോഴാണ് ഇത്ര വലിയ രക്ഷ കിട്ടുന്നത്. അത്ര വലിയ ശിക്ഷ. പിതാക്കന്മാരെല്ലാം കണ്ടു ശിക്ഷ.
ഭയങ്കരമായ ശിക്ഷ, ന്യായവിധിയിലെ ശിക്ഷാവിധി എല്ലാം കണ്ടു. തിരുവചനത്തിലുള്ളത് തന്നെയാണ് പിതാക്കന്മാർ വേറെ ഒന്നുമല്ല കണ്ടത്. ഈ തിരുവചനത്തിലുള്ളത് തന്നെയാണ് പിതാക്കന്മാർ കണ്ടത്. നീതിയിൽ വിധി ചെയ്യും ബലഹീനത നീക്കി ദൈവത്തിന് സ്തോത്രം. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്കുക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. യഹോവ നിൻ്റെ ന്യായവിധികളെ മാറ്റി നിൻ്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ നിൻ്റെ മധ്യേയിരിക്കുന്നു, ഇനി നീ അനർത്ഥം കാണുകയില്ല. സ്തോത്രം. നിത്യരക്ഷ. സ്തോത്രം. ഈ നിത്യരക്ഷ നമുക്ക് തരാൻ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് തന്നതിന് വേണ്ടിയാണ്. ഈ രക്ഷ പ്രാപിക്കാതെ നിങ്ങളാരും എഴുന്നേൽക്കരുത്. സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോടൊപ്പം ഞാനും സന്തോഷിക്കുകയാണ്, ഞാനും ആനന്ദിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ട്. ഈ നിത്യരക്ഷ സൗജന്യം എനിക്ക് തന്നല്ലോ എന്നുള്ളതിൽ. എൻ്റെ യോഗ്യത നോക്കിയല്ലല്ലോ തന്നത്, എന്തെങ്കിലും നന്മ നോക്കിയല്ലല്ലോ തന്നത്. പൂർവ്വ പാരമ്പര്യം പറഞ്ഞാൽ ഒരു മേന്മയുമില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് പറയത്തക്കതായ യാതൊരു യോഗ്യതയുമില്ല. സ്തോത്രം. ഞാനൊരു പാവ മനുഷ്യൻ, ഞാനൊരു സാധു മനുഷ്യൻ, ഞാൻ നിസ്സാരനായ മനുഷ്യൻ. നിങ്ങളുടെ എല്ലാം മുമ്പിൽ ഞാൻ വിനയത്തോടെ നിൽക്കുന്നു. എനിക്കൊന്ന് പറയാനുണ്ട്. എന്നിൽ കരുണ തോന്നി എൻ്റെ കർത്താവ് എനിക്ക് നിത്യരക്ഷ തന്നു. നിത്യരക്ഷ എൻ്റെ ഹൃദയത്തിൻ്റെ വാട്ടം മാറ്റി, എൻ്റെ മനസ്സിൻ്റെ മ്ലാനത മാറ്റി, എൻ്റെ ന്യായവിധികളെ മാറ്റി. ന്യായവിസ്താര ദിവസത്തിൽ ലജ്ജിതനായി നിൽക്കാതിരിക്കാൻ കർത്താവ് എനിക്ക് രക്ഷ തന്നിരിക്കുന്നു, ശിക്ഷ മാറ്റിയിരിക്കുന്നു, ശിക്ഷാവിധി മാറ്റിയിരിക്കുന്നു. എനിക്ക് നേരിടേണ്ടതായ ശിക്ഷാവിധി ഭയങ്കരമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ പാപങ്ങൾ ഒരുപക്ഷേ പ്രവൃത്തിയിലല്ലായിരിക്കാം, എൻ്റെ വാക്കിലല്ലായിരിക്കാം, എൻ്റെ ചിന്തകളിൽ, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, എൻ്റെ പ്രകൃതിയിൽ, എൻ്റെ സ്വഭാവത്തിൽ. ദൈവമേ എന്തെല്ലാം മനസ്സിൽ നിറയെ വൈരാഗ്യങ്ങളുണ്ടായിരുന്നു, മനസ്സിൽ നിറയെ പരിഭവം ഉണ്ടായിരുന്നു, മനസ്സിൽ നിറയെ നൈരാശ്യം ഉണ്ടായിരുന്നു, മനസ്സിൽ നിറയെ കോപാവേശം ഉണ്ടായിരുന്നു. എന്തായിരുന്നു മനുഷ്യൻ? മനസ്സിൽ നിറയെ ചീത്ത ചിന്തകളുണ്ടായിരുന്നു, അശുദ്ധ വികാരങ്ങളുണ്ടായിരുന്നു, മ്ലേച്ഛമായ മോഹങ്ങളുണ്ടായിരുന്നു. എല്ലാമുള്ള ഈ പാവിയായ മനുഷ്യൻ്റെ ആത്മാവിന് ജീവൻ തരാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു. അവിടുന്ന് തൻ്റെ തിരുരക്തത്തിൻ്റെ മേൽ തളിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശിക്ഷാവിധി ഒഴിവാക്കി. സ്നേഹിതരെ, ഇന്ന് നിങ്ങളുടെ ശിക്ഷാവിധി ഒഴിവാക്കിയിട്ടാൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ശിക്ഷ ഒഴിവാക്കിയിട്ടാൻ ആഗ്രഹമുണ്ടോ? നിത്യശിക്ഷ ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടോ? നിത്യന്യായവിധി ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടോ? ഇപ്പോൾ ക്രിസ്തു യേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലായ ശിക്ഷാവിധി ഒഴിവാകും. ന്യായവിസ്താര ദിവസം ലജ്ജിതരായിരിക്കാൻ ഇടവരാതെ നിങ്ങൾ ഇന്ന് രക്ഷയുടെ സന്തോഷം കൊണ്ട് ഉല്ലസിച്ച് ആർപ്പോടെ, ആഘോഷത്തോടെ, ആരവാരത്തോടെ നിങ്ങൾ ആരാധന നടത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ നിങ്ങൾ സ്തുതിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ അനുഭവം നിങ്ങൾക്ക് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട, 10 പൈസ നിങ്ങൾ മുടക്കണ്ട പ്രിയപ്പെട്ടവരെ, ആർക്കും സംഭാവന കൊടുക്കണ്ട പ്രിയപ്പെട്ടവരെ. സ്തോത്രം. നിങ്ങൾ ഒരു കാര്യവും ചെയ്യണ്ട, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ വ്യക്തിപരമായി അറിയുന്ന യേശുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങളെ വ്യക്തിപരമായി കാണുന്ന യേശുവിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക. ആ സ്നേഹനിധിയുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കുക. കർത്താവേ, സ്നേഹവാനായ യേശുവേ, നീ ഇന്ന് എന്നെ സന്ദർശിക്കാൻ വന്നിരിക്കുന്നല്ലോ. ഞാനിതാ രക്ഷയുടെ സങ്കേതമായ നിങ്ങളിലേക്ക് ഞാൻ ഓടിയണയുന്നു. എന്നെ നീ സ്പർശിക്കണമേ. നിൻ്റെ തിരുരക്തം പുരയുടെ കരം കൊണ്ട് എൻ്റെ തലമേ നിൻ്റെ കരം വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. യേശുവേ, നിൻ്റെ തിരുവിലാവിനോട് എന്നെ ചേർത്ത് അണയ്ക്കണമേ. ഹല്ലേലൂയ. ആ തിരുരക്തം പുരൻ്റെ തിരുവിലാവിലേക്ക്, ആ തിരുഹൃദയത്തിലേക്ക് എന്നെ ഒട്ടിച്ച് ചേർത്ത് പിടിക്കണമേ. കർത്താവേ, നാഥാ, ഞാൻ മറ്റെങ്ങും പോവുകയില്ല, ഞാൻ മാറിപ്പോവുകയില്ല, ഞാൻ പാപത്തിൻ്റെ പിന്നാലെ പോവുകയില്ല, പിശാചിൻ്റെ കൂടെ ഞാൻ പോവുകയില്ല, അശുദ്ധിയുടെ പിന്നാലെ ഞാൻ പോവുകയില്ല, ലോക സന്തോഷത്തിൻ്റെ പിന്നാലെ പോവുകയില്ല, ലോക ഇമ്പങ്ങളുടെ പിന്നാലെ പോവുകയില്ല. എനിക്ക് ഒന്നേ ഒന്ന് മാത്രം, ഒറ്റയ്ക്ക് ലക്ഷ്യം മാത്രം. യേശു, യേശു, യേശു. യേശുവിൻ്റെ ക്രൂശ്
ക്രൂശിലെ മരണം, യേശുവിൻ്റെ തിരുരക്തം, എൻ്റെ കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ തിരുവലി. ഹല്ലേലൂയ. ജീവിക്കുന്ന യേശു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു അല്ല എൻ്റെ കർത്താവേ, നീ വീണ്ടും വരുന്ന യേശു. ഹല്ലേലൂയ. വീണ്ടും വരുന്ന യേശുവേ, ഇതാ ഞാൻ എന്നെ നിനക്ക് തരികയാണ്, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, ലജ്ജിക്കാതെ സമർപ്പിക്കൂ, സംശയിക്കാതെ സമർപ്പിക്കൂ, വിട്ടുകൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്, കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. നാഥാ, എന്നെ ജീവിപ്പിക്കണമേ, യേശുവേ നീ എന്നെ കണ്ടെത്തണമേ, ഒളിച്ചിരിക്കുന്നിടത്ത് എന്നെ തിരികെ കൊണ്ടുവന്ന് ന്യായവിധി മാറ്റി തരണമേ, ശിക്ഷാവിധി ഒഴിവാക്കി തരണമേ, രക്ഷ തരണമേ, രക്ഷയിൽ ഉല്ലസിക്കാനും സന്തോഷിക്കാനും കർത്താവേ എനിക്ക് ഭാഗ്യം തരണമേ. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകുമെന്ന് അവിടുത്തെ വാഗ്ദത്തം പറഞ്ഞിരിക്കുന്ന ആ വാക്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവമാക്കി തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, ഹൃദയം സമർപ്പിക്കൂ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ ഏൽപ്പിക്കൂ. ഹല്ലേലൂയ. വാസ്തവമായി ആ സമർപ്പണം നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ, യേശു നിങ്ങളെ തൊടുന്നു എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ, എങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ യേശുവേ, ന്യായവിധികളെ നീ മാറ്റുന്നതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ യേശുവേ, എന്നോട് നീ കരുണ തോന്നിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ പാപങ്ങളെല്ലാം നീ ക്രൂസിൽ വഹിച്ചു തീർത്തതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്ന രക്തത്തിന്റെ മേൽ തളിച്ചതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ യേശുനാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ സ്വന്തം. യേശുവേ, ഇന്നു മുതൽ നിന്റെ വക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞവർ മാത്രം കാര്യങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അത്ഭുത നിമിഷങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയ മാലാഖമാർ ഉറ്റുനോക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗീയങ്ങൾ ഭൂമിയിലേക്ക് നോക്കി ആശ്ചര്യം കൂറുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ് അനേകരെ വീണ്ടെടുത്തതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനേകരുടെ പാവത്തിന് ബന്ധങ്ങൾ അഴിച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. അപ്പോൾ രോഗസൗഖ്യം തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു. ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവ്. ഈ മക്കളുടെ മേൽ തൃക്കരം വയ്ക്കണമേ. ഇവർ തങ്ങളുടെ ഭവനങ്ങളിലോ ഹോസ്പിറ്റലിലോ രോഗികളായി വിട്ടിച്ച് പോകുന്നവരെ അവിടെ നിന്ന് കാണണമേ. അപ്പോൾ എല്ലാവർക്കും ആശ്വാസം കൊടുക്കണമേ. എൻ്റെ ജീവനുള്ള ദൈവമേ, നീ പ്രാർത്ഥനകൾക്കും ദൈവമാകുന്നുവല്ലോ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നീ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾ വിട്ടു പോകല്ലേ, ഞങ്ങളോട് മനസ്സലിയണമേ. അർഹതയില്ലപ്പോൾ, അർഹതയില്ല, യോഗ്യതയില്ല, ഞങ്ങളോട് ചേർന്നിരിക്കണമേ. ഞങ്ങളോട്ട് മാറല്ലേ, നീ മാറിയാൽ ഞങ്ങൾ വീണുപോകും. കർത്താവേ, പിടിച്ചുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശുവേ, രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കി തീർക്കണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.